ഏട്ടയുടെ വലിയ ചെരുപ്പിട്ട് നടക്കാൻ എന്ത് രസം. വലിയ ചെരുപ്പ് ഇതാണേ പൊന്നിതാണേ. എൻ്റെ ബോഡി ഗാർഡിനെ കണ്ടു. ബോഡി ഗാർഡ് അത് കഴിഞ്ഞ് പേസ്റ്റ് അത് കളയടാ. സെപ്റ്റംബർ 11 ചെറുതായിട്ട് പെയിനുണ്ട്. ഹരേ കൃഷ്ണ. വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടുതലായ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിക്കും. രാവിലെ തൊട്ട് ഫുള്ള് ഛർദി കഴിച്ചൊക്കെ പോയി. നല്ല ക്ഷീണവും ഇവന്റെ വക ഇങ്ങനെ. എനിക്ക് വയ്യ മണിയേ. Tidak. എനിക്ക് വയ്യ മതി. എനിക്ക് വയ്യ. ഹലോ എവ്രി വൺ. ഞാനൊരു പാർട്ട് വ്ളോഗൊന്നും ആലോചിക്കുന്നില്ല, എന്നാലും ഒരു മെമ്മറിയല്ലേ സൂക്ഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് പെയിന് വന്നിട്ടുണ്ട്. പെയിന് വരുന്നുണ്ട്, പോണ്ട്, പിന്നെ ഓക്കെ ആവുന്നുണ്ട്. സോ എങ്ങനെ എനിക്കറിയില്ല. 9-ാം തീയതി ആയിരുന്നു PV ചെക്കപ്പ്. ഇന്ന് 11 സെപ്റ്റംബർ 11 2025. സോ അടുത്ത ജോലി കഴിഞ്ഞ് വരണേ ഉള്ളൂ. ഇപ്പം സമയം 5:15. ഏട്ട വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകും. അവിടെ പോയിട്ട് വീഡിയോ എടുക്കുമെന്നും എനിക്ക് തോന്നണില്ല. കാരണം എടുത്തരാൻ അനുവില്ല, ആരുമില്ല, ഏട്ട എടുക്കില്ല. സോ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വയ്ക്കണമെന്ന് മാത്രം. രാവിലെയൊക്കെ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ വോമിറ്റിംഗ് ഇല്ല, ബട്ട് ഇടയ്ക്കിടയ്ക്ക് പെയിൻ ഉണ്ട്. അൺസഹിക്കബിൾ. പിന്നെന്താ, ലച്ചി ആരാ വരാന്നറിയില്ല. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ചെറുതായിട്ട് പിന്നിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, നല്ല ഭംഗിയിലൊക്കെ പിന്നി വെച്ചിട്ടുണ്ട്. 2 ഭാഗം കിട്ടണമെന്നൊക്കെയാണ്, പക്ഷെ എനിക്ക് ഒരു ഭാഗം കംഫർട്ടബിൾ ആണ്. പിന്നെ മതിയെന്ന് വെച്ചു. ഏട്ടൻ വന്നിട്ടുണ്ട്. ഈ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ പ്രാർത്ഥിക്കുക. ഇതിൽ കൂടെ വേണം ലേബർ റൂമിലേക്ക് കയറിപ്പോവാൻ. അവിടെ എഴുതിയിട്ടുണ്ട്, കണ്ട, ഫ്ലോർ ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ. അങ്ങനെ നമ്മുടെ റൂം ഒറ്റത്തെ റൂമാണ്. ഞാൻ അനുവിനെ വിളിച്ച് പറയുന്നില്ലേ?
അനുവിനെ വിളിക്കേ, ആരെയും വിളിക്കേ. നമ്മുടെ റൂം 124. അപ്പുറത്ത് നേരിട്ടുള്ള റൂം AC റൂമാണ്, പക്ഷെ നമ്മൾ അതെടുത്തില്ല. ഇതാണ് എൻ്റെ ബെഡ് കേട്ടോ. PV ചെക്കപ്പൊക്കെ കഴിഞ്ഞു, BP കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പോൾ ഗുളിക തന്നിട്ടുണ്ട്. ഇത് ബൈസ്റ്റാൻഡർ ബെഡ്. ഇതാണ് നമ്മുടെ ഷെൽഫൊക്കെ അരിക്കി വെച്ച പേപ്പറുകൾ എന്തൊക്കെയുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം. വലിയ കുഴപ്പമില്ല, അത്ര അങ്ങനെ വലിയ ക്ലീന് ഒരു സാധനം എന്നൊന്നും പറയാനില്ല. തരക്കേടില്ലാത്ത ബാത്റൂം. കൊതു വരണ്ട, അപ്പോൾ അവിടെ അടച്ചേക്കാം. അപ്പോൾ നമ്മൾ ബേബി വന്ന AC റൂം പറ്റാത്തതുകൊണ്ട് ഈ നേരിട്ടുള്ള റൂം AC റൂമാണ്, പക്ഷെ നമ്മളത് ക്യാൻസൽ ചെയ്തു. എനിക്കങ്ങനെ ഇങ്ങനെ ഒരു റൂം എടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ പെരുവാണ് വെറും ചോറ് എരിവ് പോകണം. കോൺട്രാക്ഷൻ വരുന്നുണ്ട്, അൻസഹിക്കുകളാണ് വേദന. ഗുളികയും കൂടി തന്നപ്പോൾ കുറച്ച് കൂടുതലായി. വേദനക്കാളും അടിവയറ വേദനയാണ് സഹിക്കാൻ പറ്റാത്തത്. 2 മോതിരം, ഒരു ജോഡി കമ്മല്, അവന് കയ്യില് പോയി വാങ്ങിക്കുമ്പോ കണ്ട അമ്മമ്മ കയ്യിൽ വെച്ച് തരും. കേറി നിൽക്ക, അമ്മമ്മ കയ്യിൽ വെച്ച് തരും. ഇങ്ങോട്ട് നോക്ക്, കണ്ട കണ്ട ഇളകണ്ട. ബേബി കേട്ടപ്പോ കണ്ണു വിളിച്ചത് അമ്മ അതെ, ഒന്നും കൊടുക്കാൻ പാടില്ല. കണ്ട അമ്മമ്മയുടെ അടുത്തിരിക്കെ, അമ്മമ്മയുടെ അടുത്ത് ഇപ്പുറത്തിരിക്കെ ഇരിക്കേ. അച്ഛന് ഫോട്ടോ എടുക്കാം. അമ്മമ്മയുടെ അടുത്തിരിക്കെ. കണ്ണേട്ട മേടിച്ചു, കണ്ണേട്ട കണ്ണ് പിടിച്ചു കിടക്കണു, കണ്ണേട്ട നോക്കണു. ആര് കണ്ടു? കണ്ണേട്ട കണ്ണേട്ട
അതെ. ഫോട്ടോ എടുക്കണ എങ്ങനെ എടുക്കും? ഫോട്ടോ എടുക്കണ എങ്ങനെ എടുക്കും? വീഡിയോ കിട്ടിയോ? വീഡിയോ എന്തോ അവിടെ പിന്നെ ഒന്നുകൂടി അമർത്തി സേവ് ചെയ്തോളൂ. ഫോട്ടോ അശ്വതി 12:09 കണ്ട. അച്ഛക്കൊരു ഹൈഫൈ കൊടുക്കേ. അത് ഇത് ചുരുട്ടി വെച്ചാൽ മതി. അവള് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലൊക്കെ കിടന്ന കുറെ തുണി കൊടുന്ന സമയത്ത് അതങ്ങനെ കൊണ്ടുവന്നായിരുന്നു. നല്ല നീളമുള്ള കയ്യാപ്പ. കണ്ണന്റെ കുണ്ട കയ്യായിരുന്നു. അതൊക്കെ പൊട്ടിയിട്ടൊക്കെ ഇരിക്കണം. കണ്ണന് ആൺകുട്ടീനെ താല്പര്യം. അവന് ആദ്യം എന്താ ചോദിച്ചു, അപ്പൊ അമ്മയ്ക്ക് ഇനി എന്നെ എടുക്കാൻ പറ്റില്ലേ?